താതന്റെ വാഗ്ദാനമേ പരിശുദ്ധ രൂഹായേ, താതന്റെ വാഗ്ദാനമേ പരിശുദ്ധ രൂഹായേ, ഉന്നത ശക്തിയെ നിത്യസഹായക ഞങ്ങളിൽ നിറയണമേ, ഉന്നത ശക്തിയെ നിത്യസഹായക ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഈ വിശ്വാസം കഴിഞ്ഞ് 10 ദിവസം ഉണ്ടാകുന്ന അറിവ് എന്ത് അറിവാണെന്നറിയാവോ? അഭിഷേക വിധി പ്രകാരമുള്ള അന്തർജ്ഞാനമാണ്. ആ അന്തർജ്ഞാനത്തിലാണ് അവൻ അനുഭവിക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യം. പിരിഞ്ഞു പോണതിന് മുമ്പ് 2-3 ദിവസം മുമ്പ് കർത്താവ് പറഞ്ഞായിരുന്നോ, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്ന് പറഞ്ഞു. 18:14 യോഹന്നാൻ്റെ സുവിശേഷം. എല്ലാവരും അത് കേട്ടതാണ്, യൂദാസും കേട്ടതാണ്. പക്ഷെ പ്രയോജനം ഉണ്ടായില്ല. അവൻ ആത്മഹത്യ ചെയ്തു. എല്ലാം നഷ്ടപ്പെട്ടെന്ന് ഓർത്തുകൊണ്ടാണ് ആത്മഹത്യ ചെയ്തത്. പക്ഷെ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. ഒരു സോറി പറഞ്ഞാൽ മതിയായിരുന്നു. അത് ഓർപ്പിച്ചു കൊടുക്കാനുള്ള പരിശുദ്ധാത്മാവില്ലായിരുന്നു. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. താതന്റെ വാഗ്ദാനമേ പരിശുദ്ധ രൂഹായേ, താതന്റെ വാഗ്ദാനമേ പരിശുദ്ധ രൂഹായേ, ഉന്നത ശക്തിയെ നിത്യസഹായക ഞങ്ങളിൽ നിറയണമേ, ഉന്നത ശക്തിയെ നിത്യസഹായക ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നമ്മുടെ കൂടെയുള്ള കർത്താവിൻ്റെ വാഗ്ദാനം സത്യമായ അറിവാണ്, അല്ലേ? പക്ഷേ ഇത് നമ്മൾ ആരെങ്കിലും ഓർപ്പിച്ച് തരണം. പത്രോസിന് ഓർപ്പിച്ച് കൊടുക്കാൻ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നോ? യൂദാസിന് പരിശുദ്ധാത്മാവിനെ കൂടെ നിർത്താൻ പറ്റിയ അരുവിയില്ലായിരുന്നു. അതാണ് പ്രശ്നം, വേറെ ഒരു പ്രശ്നമില്ല. അതായിരുന്നു യൂദാസിന് സംഭവിച്ച വിഷമവും. പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നെങ്കിൽ അവനെ ഓർപ്പിച്ച് കൊടുത്തേനം. മകനെ, കർത്താവിനെ മുത്തിക്കൊടുത്താലും അവൻ ക്രൂശിക്കപ്പെട്ടാലും അവൻ്റെ വാക്ക് നിത്യജീവൻ്റെ വാക്കാണ്. അവൻ ശാരീരികമായി മരിച്ചാലും അവൻ്റെ വാക്കുകൾക്ക് നിത്യതയുണ്ട്. കൈയടിച്ച് കർത്താവ് ഹല്ലേലൂയ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആ പരിശുദ്ധാത്മാവ് കൊടുക്കുന്ന ഓർമ്മയില്ലേ, അതിനെ പത്രോസിൻ്റെ 6:69 യോഹന്നാൻ്റെ സുവിശേഷം അനുസരിച്ചുകൊണ്ട് അറിവിൻ്റെ അനുഭവമായിട്ട് നമുക്ക് കണക്കാക്കാം. ആ ഓർമ്മ എപ്പോഴും പത്രോസിനുണ്ടായിരുന്നു. എന്തോർമ്മയാ? കർത്താവ് പറഞ്ഞിട്ടുണ്ടോ, അവൻ നമ്മളെ അനാഥരായി വിടത്തില്ല എന്ന്. 18:14 യോഹന്നാൻ്റെ സുവിശേഷം. ആ ഒരു ബോധമുള്ളത് കൊണ്ട് യൂദാസ് ആത്മഹത്യ ചെയ്തിട്ടോ, അപ്പോസ്തലന്മാർ ഓരോരുത്തരും തങ്ങളുടെ വഴിക്ക് ചിതറിപ്പോയിട്ടും കർത്താവ് പറഞ്ഞ വാക്ക് പ്രകാരം നടപടി 1:4 അനുസരിച്ച് കൊണ്ട് ജെറുസലേം വിട്ടുപോവാതെ പത്രോസ് നിൽക്കുമ്പോഴേ അതിൻ്റെ കാരണം പത്രോസ് പറയുന്നുണ്ട്. എന്താണ് അത്? ആരോടാ പറയണത്? ഒരു മുടന്തനോടാ പറയണത്. എന്താ പറയണത്? ഞാൻ ജെറുസലേം വിട്ടു പോകാതിരുന്നതിൻ്റെ കാരണം എന്താണെന്ന് പറയുന്നുണ്ട്. 3:6 നടപടി പുസ്തകത്തിൽ എന്നാ പറയണത്? പൊന്നെന്നെ വിട്ടുപോയി, വെള്ളിയും എന്നെ വിട്ടുപോയി. പൊന്നും വെള്ളിയും എനിക്ക് ഇല്ല. എന്നെ വിട്ടുപോകാതെ ഒരാളുണ്ട്, എന്നെ അനാഥമായി വിടാത്ത ആള്. ആരെല്ലാം വിട്ടുപോയാലും അവൻ തന്നെ ശാരീരികമായി അപ്രത്യക്ഷപ്പെട്ടാലും അവൻ ആധ്യാത്മിക ചൈതന്യത്തിൽ
അവൻ്റെ ദൈവിക സാന്നിധ്യത്തിൽ എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടാണ് അവൻ പോയത്. അവൻ എൻ്റെ പക്കലുണ്ട്, പൊന്നില്ല വെള്ളിയില്ല എൻ്റെ കയ്യിൽ, അവൻ്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കാൻ പറയും. അവൻ മുടന്നിൽ എഴുന്നേറ്റ് നടക്കും. എന്താണ്? കർത്താവിൻ്റെ സാന്നിധ്യം പത്രോസ് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്. അതാണ് അറിവ്. എന്തെങ്ങനെ ഉണ്ടായിരുന്ന അറിവാണത്? 18:14 യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും, ഞാൻ നിങ്ങളെ അനാഥരായി വിടത്തില്ലെന്ന് പറഞ്ഞ അറിവ്. അത് ജപ്തി വന്നാലും ക്യാൻസർ വന്നാലും നമ്മുടെ കുടുംബത്തിൽ മറ്റു മനുഷ്യരുടെ മുമ്പിൽ നമുക്ക് നാണക്കേടുണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടായാലും എൻ്റെ മക്കൾ തിരിച്ചറിയണം, അത് വിശ്വാസമല്ല, വിശ്വാസം നൽകുന്ന അറിവാണ്. എന്താണ് അറിവ്? എൻ്റെ ദൈവം എന്നെ അനാഥമായി ഇടത്തില്ല. പത്രോസിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ദൈവം എൻ്റെ കൂടെ ഉണ്ട്. കാര്യം അത് ദൈവത്തിൻ്റെ വാക്കാണ്. ദൈവത്തിൻ്റെ വാക്കുകൾ നിത്യജീവൻ്റെ വാക്കുകളാണ് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞുകൊണ്ട് എൻ്റെ കൂടെയുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ അന്തർജ്ഞാനത്തിൽ അറിയുന്ന അഭിഷേകത്തിൻ്റെ പേരാണ് വിശ്വാസം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. 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 ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. കർത്താവിൻ്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിൻ്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അടയാളങ്ങൾ സംഭവിക്കട്ടെ. നമ്മൾ കടന്നു പോകുന്ന ഓരോ കുരിശിൻ്റെ വഴി, രോഗത്തിൻ്റെ വഴി, കേസിൻ്റെ വഴി, തെറ്റിദ്ധാരണയുടെ വഴി, സാമ്പത്തിക തകർച്ചയുടെ വഴി, ആ വഴികളിലെല്ലാം കടന്നു പോകുമ്പോൾ നമ്മുടെ കൂടെ വിട്ടുമാറാതെ കർത്താവ് നമ്മുടെ കൂടെ നടന്ന് നമ്മൾ ആ വഴി നടന്ന് തീർത്ത് കഴിയുമ്പോൾ, മഹത്വത്തിൻ്റെ സ്ഥാനത്ത് നമ്മൾ എത്തിക്കഴിയുമ്പോൾ നമ്മൾ അറിയണം, അറിവ് ഉദ്ഘോഷിക്കണം. എന്താണ്? എൻ്റെ ദൈവം എന്നെ ശക്തിപ്പെടുത്തിയിരിക്കുന്നുവെന്ന്. നമ്മളെ ശക്തീകരിക്കാൻ വേണ്ടിയാണ് മരുഭൂമി ഉണ്ടാകണമെന്ന് മനസ്സിലാക്കണം. മരുഭൂമി ഉണ്ടായത് കൊണ്ടാണല്ലോ ഈശോയ്ക്ക് ശക്തീകരണം കിട്ടിയത് എന്നല്ലേ ലൂക്കാ 4:14 പറയണത്. നിൻ്റെ കുരിശുകൾ നിന്നെ മഹത്വപ്പെടുത്തും, നിൻ്റെ മരുഭൂമി അനുഭവങ്ങളും നിന്നെ മഹത്വപ്പെടുത്തും. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. ആരാധന യേശുവേ, ആരാധന, ആരാധന, ആരാധന യേശുവേ, ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കും. ഒരു നിമിഷം മൗനമാവുക, കൈകൾ കൂപ്പി മൗനമാവുക. പറ്റുന്നവരെ ഈശോനെ നോക്കുക. സ്ക്രീനിലുമുണ്ട്. ദിവ്യകുർബാനയിലേക്ക് ശ്രദ്ധിക്കുക. കേട്ട വചനങ്ങളെക്കുറിച്ച് ഓർക്കുക. മഹത്വത്തിൻ്റെ മരുഭൂമി വഴികൾ, ശക്തീകരണത്തിൻ്റെ സുവിശേഷ ഒരു നോൻപ് നമ്മളെ ശക്തിപ്പെടുത്താൻ വേണ്ടി ദൈവം ഒരുക്കിയ രക്ഷയുടെ സമയം, മഹത്വത്തിൻ്റെ സമയം. ആ സമയത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. പ്രാർത്ഥിക്കുക. കർത്താവേ, ഞങ്ങളെല്ലാ ജനതകൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേക പ്രകാശങ്ങളിലെ, പ്രത്യേക പ്രയാസങ്ങളിലെ വേദനിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്നുണ്ടായ വാഹന അപകടത്തിലെ ക്ലേശിക്കുന്നവർക്ക് വേണ്ടി, സൗഖ്യത്തിന് വേണ്ടിയോ, ദൈവിക ശക്തിക്ക് വേണ്ടിയോ, മഹത്വത്തിന് വേണ്ടിയോ പ്രാർത്ഥിക്കുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ.
ഇപ്പോൾ ഈശോ ചുവന്ന മേലങ്കി അണിഞ്ഞ് വെള്ള ലോഹയിട്ട ഉടുപ്പിട്ട നെടിയുടുപ്പിട്ട കൈയോടുകൂടി ശിരസ്സുകളിൽ കൈവെക്കുന്നതായിട്ടുള്ള സ്വർഗീയ ദർശനമുണ്ട്. സ്തുതിച്ചുകൊണ്ട് നിൽക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. അതിനുശേഷം വരുന്ന ദർശനം ഒരു കടക്കോലിൻ്റെ ദർശനമാണ്. കടക്കോല് നമ്മൾ മോരിൽ കടകോലിട്ട് കടയത്തില്ലേ, കടഞ്ഞ് വരുമ്പോൾ അതിൽ വെണ്ണ പൊന്തി വരും. എല്ലാ സഹനങ്ങൾക്ക് ശേഷവും കൃപയുടെ വെണ്ണ നിൻ്റെ ആത്മാവിനോട് ചേരും. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ജീവിതത്തെ കടയുന്ന കടകോലാണ് കുരിശ് അല്ലെങ്കിൽ സാഹചര്യങ്ങൾ. ജീവിതത്തിലുള്ള പ്രശ്നങ്ങളെ പ്രസാദപരമായി മാറ്റുന്നതിനുള്ള ദൈവസംവിധാനമാണ് ഈ കുരിശാകുന്ന കടകോല് പോലെ വരുന്നത്. കുരിശ് വെണ്ണയിൽ നിന്ന് പാലിൽ നിന്ന് വ്യത്യസ്തമായ വേറൊരു വസ്തുവാണെന്ന് വിചാരിക്കണം. ഈ പാലിൽ എവിടെയോ ഉള്ള മോരിൽ എവിടെയോ ഉള്ള വെണ്ണയെ നിനക്ക് തരാൻ വേണ്ടി, ഈ സഹനത്തിൽ ഉള്ള മഹത്വത്തെ നിനക്ക് തരാൻ വേണ്ടി ദൈവം ഉപയോഗിക്കുന്ന കടകോലാണ് കുരിശെന്ന്. അപ്പോൾ കുരിശൊരു ഉപകരണം മാത്രമാണ്. നിൻ്റെ ആത്മാവിന് കൃപയുടെ വെണ്ണ ചാർത്തുന്ന ഒരു ഉപകരണം മാത്രമാണ്. അത് നിനക്ക് കുരിശ് തരണവരും ദൈവത്തിൻ്റെ ഉപകരണമാണ് എന്ന് കർത്താവിൻ്റെ ആത്മാവ് തെളിവായി പറയുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ശരീരത്തിൻ്റെ മടക്കുകൾ, കാലിൻ്റെ പാദത്തിൻ്റെ ഉപ്പുകുറ്റിയുടെ മടക്കുണ്ട്. അതുപോലെ തന്നെ തൊലി ഞുറിഞ്ഞു വരുന്ന മടക്കുകൾ, അവിടെ തൊലിയുടെ കളർ വ്യത്യാസം ഉണ്ടാകുകയും ചിലപ്പോൾ തൊലി കട്ടിയായി മാറുകയും ചിലപ്പോൾ ചിരങ്ങായി മാറുകയും ഒക്കെ ചെയ്യുന്ന തൊലിയുടെ രോഗാവസ്ഥകൾ, തൊലി മടങ്ങി ഞെറിഞ്ഞിരിക്കുന്ന അവസ്ഥകൾ, അതൊക്കെ ഈശോ സുഖപ്പെടുന്നതായിട്ട് സന്ദേശമുണ്ട്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കാലിലെ കറുത്ത പാടുകൾ, പഴുപ്പ്, പൊട്ട്, വേദന, അതുപോലെ നീർവീക്കം, അതിൻ്റെ കൂടെ ഉണ്ടായിട്ടുള്ള കറുത്ത പാടുകൾ മാറാതെ നിൽക്കുന്നു. അതും വ്രണത്തിൻ്റെ നിറമല്ല. വ്രണത്തിൻ്റെ നിറം ചുവപ്പോ പഞ്ഞയോ പഴുപ്പ് നിറമല്ലേ, പക്ഷേ ഇതിന് വേദനയുണ്ട്. വ്രണത്തിന് ഇത്ര വേദനയുണ്ട്, പക്ഷെ കറുത്ത പാടുകളാണ് ഉള്ളത്. ആ കാലുകളെ കർത്താവ് സ്പർശിക്കുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. വെള്ള ഷൂസ് ഇട്ട ഒരു 4ാം ക്ലാസ്സിലോ മറ്റേ അല്ലെങ്കിൽ 3ാം ക്ലാസ്സിലോ മറ്റേ പഠിക്കുന്ന ആൺകുട്ടികൾ, അവരെക്കുറിച്ച് ആ കുഞ്ഞിനെക്കുറിച്ച് പഠിക്കണില്ല, അവൻ ബുദ്ധൂസാണ് എന്നുള്ള വേവലാതികൾ. അപ്പോൾ ആ മേഖലയിലുള്ള കുഞ്ഞുങ്ങളെ കർത്താവ് സുഖപ്പെടുന്നതിൻ്റെ സൂചനയാകാം ചിലപ്പോൾ ഒരു കുഞ്ഞിനെ പ്രത്യേകം എടുത്ത് കാണിച്ചുകൊണ്ട് നൽകുന്ന സന്ദേശം. കുഞ്ഞുങ്ങളെ കർത്താവ് സുഖപ്പെടുത്തുന്ന സമയമാണ്. അവരുടെ ബുദ്ധി മാന്യങ്ങൾ മാറ്റുന്നു, പലത് രോഗങ്ങൾ മാറ്റുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ
നമ്മൾ ഉപ്പ് കുറ്റിയിൽ അല്ല മുട്ട് മടക്കി നമ്മൾ ഉപ്പ് കുറ്റിയിൽ നമ്മുടെ പിറകു ഭാഗം റെസ്റ്റ് ചെയ്തുകൊണ്ട് ഇരിക്കത്തില്ലേ, അങ്ങനെ ഇരിക്കാൻ പറ്റാത്ത രീതിയിൽ ഈ മുട്ട് മടക്കുമ്പോൾ ആ മടക്കലിന് ബാക്കിലുള്ള മസിലുകളും അതുപോലെ തന്നെ എൻ്റെ ജോയിൻസും വേദനയുള്ളത് മടക്കാൻ പറ്റാത്ത അവസ്ഥ കർത്താവ് ഈ നിമിഷം സുഖപ്പെടുത്തുന്ന ശ്രുതികട ഹല്ലേലൂയ. തള വള ചരട് ഇങ്ങനെ രോഗങ്ങൾക്ക് വേണ്ടി ശരീരത്തെ കെട്ടിയിരിക്കുന്ന സംഭവങ്ങൾ പൂർണ്ണമായി അഴിച്ചു മാറ്റാൻ ഈശോ ആവശ്യപ്പെടുന്നു. കർത്താവ് അത് സുഖപ്പെടുത്തുന്ന സന്ദേശമാണ്. ശ്രുതികട ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉള്ളംകാലം മുതൽ ഉച്ചവരെയുള്ള രോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. പതിവ് പോലെ ഉദരത്തിലാണ് പ്രാർത്ഥന, ഉദരത്തിന് വേണ്ടിയാണ്, സൗഖ്യത്തിന് വേണ്ടിയാണ് പ്രാർത്ഥന ആരംഭിക്കുന്നത്. ഉദരത്തിൽ കൈകൾ വെക്കുക, നടുവിലും കൈവെക്കണം. എല്ലാവരും അല്ല, ഉദര രോഗമുള്ളവർ, PCOD, പിസ്റ്റുല രോഗങ്ങളുള്ളവർ, മൂത്രാശയത്തിൽ കല്ലുള്ളവർ, മൂത്രമൊഴിക്കുമ്പോൾ വേദനയുള്ളവർ, അൾസർ രോഗികൾ, അർസസ് രോഗികൾ, ഗർഭാശയത്തിൽ ട്യൂബ് ഇല്ലാത്തവർ, ട്യൂബ് ഒരെണ്ണം മാത്രമുണ്ട്, ഗർഭമില്ല, കുഞ്ഞുങ്ങളാകുന്നില്ല, അങ്ങനെയുള്ള പരാധീനതകളുള്ളവർ ഒക്കെ അത് അടിവയറ്റിൽ കൈവെക്കേണ്ടതാണ്. കിഡ്നി വേദനക്കാരും കിഡ്നിക്ക് രോഗമുള്ളവരും നടുവിന് കൈവെക്കേണ്ടതാണ്. ശ്വാസകോശ രോഗികൾ, വലിവ്, ആസ്മ, ശ്വാസം മുട്ടൽ രോഗികൾ, പതിരയ്ക്ക് പൾസില്ലാത്തവർ, തൊണ്ട രോഗികൾ ഒക്കെ നെഞ്ചിലും തൊണ്ടയിലും കൈവെക്കേണ്ടതാണ്. ഹൃദയവേദനയുള്ളവർ ഇടനെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. പാങ്ക്രിയാസ് രോഗികൾ ഇടനെഞ്ചിന് താഴെ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. കരൾ രോഗികൾ വട്ടം നെഞ്ചിൻ്റെ കൊമ്പിന് കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, കൈവച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കൾക്കും ഓരോ വിദൂര നാടുകളിലെ ഈ സമയം ഈ ശുശ്രൂഷ എപ്പോഴെല്ലാം കാണുന്നുവോ, കണ്ട് പ്രാർത്ഥിക്കുന്നുവോ, എല്ലാവരെയും അങ്ങ് സ്പർശിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ അപ്പാ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവേ, കൈ നീട്ടണമേ. പിതാവേ, കൈ നീട്ടണമേ. അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പാ, കൈ നീട്ടണമേ. അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ, പരിശുദ്ധമ്മേ, ഈ നിമിഷം ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. സമീപത്തും വിദൂരങ്ങളിലുമുള്ള എല്ലാ മക്കളെയും ഇപ്പോൾ സ്പർശിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യവും അടയാളങ്ങളും സംഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യവും അടയാളങ്ങളും സംഭവിക്കട്ടെ. അപ്പാ, കൈ നീട്ടണമേ. അപ്പാ, അങ്ങേപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അടയാളങ്ങൾ സംഭവിക്കട്ടെ. മാർഗരോഗങ്ങൾ, തീരാവ്യാധികൾ, ക്യാൻസർ രോഗങ്ങൾ, എപ്പിലെപ്സി രോഗങ്ങൾ, ഓട്ടിസം രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ, അപസ്മാര രോഗങ്ങൾ, മനോരോഗങ്ങൾ, ഷുഗർ രോഗങ്ങൾ, പ്രഷർ രോഗങ്ങൾ, ത്വക്ക് രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ, വാത രോഗങ്ങൾ, പാങ്ക്രിയാസ് രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ, തൈറോയ്ഡ് രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ
സൗഖ്യമാകട്ടെ. യേശു നാമത്തിൽ സൗഖ്യമാകട്ടെ. അപ്പാ അപ്പാ കഴിഞ്ഞിട്ടുള്ളമേ അപ്പാ അപ്പാ കഴിഞ്ഞിട്ടുള്ളമേ അപ്പാ അങ്ങേ പുത്രനായ യേശു ക്രിസ്തു നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പാ കഴിഞ്ഞിട്ടുള്ളമേ അപ്പാ അപ്പാ അങ്ങേ പുത്രനായ യേശു ക്രിസ്തു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. മാർഗരോഗങ്ങൾ, പ്രഷർ ഷുഗർ രോഗങ്ങൾ, ഭ്രാന്തി രോഗങ്ങൾ, മാർഗരോഗങ്ങൾ, അപൂർവ രോഗങ്ങൾ യേശു നാമത്തിൽ സൗഖ്യമാകട്ടെ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പ്രിയ സഹോദരങ്ങളെ, വീണ്ടും നമ്മൾ കൈ സ്വസ്തിക പോലെ ശരീരത്തിൽ വെച്ച് ഉള്ളംകാലം മുതൽ ഉച്ചവരെ പരിശുദ്ധമായ അൾത്താറിൽ ജീവനോടെ ഈശോ ജ്വലിച്ചു നിൽക്കുന്ന നിമിഷങ്ങളിൽ പരിശുദ്ധമ്മ വഴി നമ്മൾ ഈശോയ്ക്ക് സമർപ്പിക്കുകയാണ്. ചിലപ്പോൾ പറയാതെ പോയ കുറേ രോഗങ്ങളുണ്ടാകാം. ചിലപ്പോഴേ നിങ്ങളുടെ രോഗത്തിൻ്റെ കാര്യം ഇവിടെ പറയുന്നേ ഇല്ലേയിരിക്കും. അതിൽ അമ്മ നിങ്ങൾക്ക് വേണ്ടി ഈ സമയം പറയുന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കണം. ഇപ്പോൾ ഇടത് ബ്രസ്റ്റിനെ ഈശോ കാണിക്കുന്നുണ്ട്. അത് രോഗാതുരമായ ബ്രസ്റ്റാണ്. കർത്താവ് ആ വ്യക്തിയെ ഇപ്പോഴും സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. നെഞ്ചുവേദനയെ കർത്താവ് സ്പർശിച്ചു കൊണ്ടിരിക്കുന്നു. കർത്താവേ ആ രോഗിയെ സ്പർശിക്കണമേ. കർത്താവേ നിൻ്റെ നാമത്തിൽ അപ്പാ അങ്ങേപ്പുത്രനായ യേശുക്രിസ്തു നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്യാൻസർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പാ. അങ്ങേപ്പുത്രനായ ബ്രസ്റ്റ് ക്യാൻസറുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പാ. ഇവിടെ വരാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പാ. അങ്ങേ വിശ്വസിക്കാത്തവർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കുന്നു അപ്പാ. എല്ലാ രോഗികളും ബ്രസ്റ്റ് ക്യാൻസറിലെ എല്ലാ രോഗികളും യേശു നാമത്തിൽ സൗഖ്യമാകട്ടെ അപ്പാ. ശ്രുതിയുടെ ഹല്ലേലൂയ. അപൂർവ രോഗങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഈശോ ആ രോഗത്തെ സൗഖ്യം കാണിച്ചത് കൊണ്ടാണ് അങ്ങനെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കാനിടയായത്. ഇപ്പോഴും നമ്മൾ വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. നേത്രത്തിന് കണ്ണിന് അസുഖമുള്ളവരുണ്ട്, മുക്കിൽ ദശ വളരുന്നവരുണ്ട്, അഡിനോയിഡിൻ രോഗമുള്ളവരുണ്ട്, വായു നാറ്റമുള്ളവരും പല്ലിന് കേടുള്ളവരും പഴുപ്പുള്ളവരും ഒക്കെ ഉണ്ട്. ഒന്നും നിസ്സാരമല്ല. അതൊക്കെ വന്നു കഴിയുമ്പോൾ മാത്രമേ നമ്മൾക്ക് മനസ്സിലാകത്തുള്ളൂ. ഒന്നോർത്ത രോഗങ്ങൾ വരണത് നല്ലതാണ്. കാര്യം അത് ബേസിക്കായിട്ട് അത് മനുഷ്യനെ എളിമപ്പെടുത്തും, അഹങ്കാരം കുറയ്ക്കും. മനുഷ്യൻ്റെ ഏറ്റവും വലിയ തിന്മ അഹങ്കാരം തന്നെയാണ്. ദൈവത്തിന് ഇടപെടാൻ പറ്റാതിരിക്കുന്നത് കാരണവും അത് തന്നെയാണ്. അപ്പോൾ രോഗമുള്ളവർ ഓർക്കണം, രോഗമില്ലാത്തവരുടെ അവലാദികൾ, വിഷമതകൾ എന്നെല്ലാം. ആരോഗ്യമുള്ളവർ ചിലപ്പോൾ അഹങ്കാരികളായി കാണപ്പെടുന്നത് ദൈവത്തിന് നിരക്കാത്ത സ്വഭാവമാണ്. ഗ്രേസ് എപ്പോഴും ബിൽട്ടപ്പ് ഓൺ നേച്ചർ ആണ്, പ്രകൃതിയിലാണ് കൃപ വളരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അഹങ്കാരം ചിതറിക്കപ്പെടേണ്ടത്. രോഗങ്ങൾ കൊണ്ടും മറ്റു തരത്തിലുള്ള തടസ്സങ്ങളും തകർച്ചകളും കൊണ്ടാണ് ദൈവം അഹങ്കാരം ചിതറിച്ച് കളഞ്ഞാൽ നീ മരുഭൂമിയിലാണ് നിൽക്കണമെന്ന് തിരിച്ചറിയണം. അപ്പോൾ ദൈവത്തെ വിട്ടുപിരിയാതെ എളിമപ്പെട്ട് നിന്നാൽ കർത്താവ് നിന്നെ സുഖപ്പെടുത്തും. നിന്നിലൂടെ അനേകങ്ങളെ കർത്താവ് അനുഗ്രഹിക്കാൻ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം മക്കളെ. സംരക്ഷണം കിട്ടാൻ വേണ്ടി വീട്ടിലായാലും നമ്മളെ തീരുമാനങ്ങളിലായാലും ആകസ്മിക സംഭവങ്ങളിലായാലും സംരക്ഷണം കിട്ടാൻ വേണ്ടി. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ലോർഡ് ജീസസ്
pour out your spirit. Lord, increase your spirit of power and grace. In the name of Jesus Christ we pray. മക്കളെ, തകർന്ന കുടുംബങ്ങൾ ഒരു സുപ്രഭാതത്തിൽ ഭാര്യ ഭർത്താവും തമ്മിൽ വഴക്കായി, ചിലപ്പോൾ ഇടയ്ക്ക് പൊട്ടും ചീറ്റലൊക്കെ ഉണ്ടെങ്കിലും സാധാരണ ഒരു വിഷയം വരുമ്പോൾ യോജിച്ച് പോകും. ചില സമയത്ത് വിഷയം വന്നാൽ യോജിക്കാൻ പറ്റാത്ത രീതിയിലുള്ള തീരുമാനങ്ങൾ, സ്വഭാവങ്ങൾ, പെരുമാറ്റം കണ്ട് നമ്മളെ ജീവിതം മടുത്ത് ഭാരപ്പെട്ടിട്ട് നമുക്ക് ഒരു സന്തോഷം പോലും അനുഭവിക്കാൻ പറ്റാത്ത ഭാരപ്പെട്ട മനസ്സുകളിൽ കർത്താവിൻ്റെ രക്തം തളിക്കപ്പെടാൻ വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശു സ്തോത്രം, യേശു സ്തോത്രം. Lord Jesus, pour out your spirit. For increase your spirit. In the name of Jesus Christ we pray. മക്കളില്ലാത്ത മക്കൾ, വിവാഹമൊത്തു വരാത്തവർ, കൂട്ടില്ലാത്തവർ, ഒരു തരത്തിലും ഒരു സന്ധിപ്പ് ഓരോരുത്തരും കിട്ടാതെ വിഷമിക്കുന്നവർ, അവർക്കെല്ലാം ദൈവത്തിൻ്റെ ഈ സങ്കടത്തിൻ്റെ ഒരു കാലഘട്ടങ്ങളിൽ ദൈവത്തിൻ്റെ പ്രത്യേക കൃപ അവരെ പൊതിയുന്നതായിട്ട് അവർക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി ഉള്ള അടയാളങ്ങൾ ലഭിക്കാൻ വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. സാമ്പത്തിക തകർച്ച വളരെ മോശമായ രീതിയിൽ അനുഭവിക്കുന്ന ഒരു ടൈമാണിത്. ഇതിനുള്ളിലാണ് നമ്മളുടെ കടക്കാർ നമ്മളെ ഞെരുക്കുന്നത്. എല്ലാം കൊണ്ട് അന്തം മുട്ടി അമ്പരന്ന് നിൽക്കുന്ന ഒരവസ്ഥയാണ്. ഇതിനെല്ലാം ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ്. അച്ഛൻ, നിങ്ങൾ ശ്രദ്ധിക്കട്ടെ. അമ്മേ, പരിശുദ്ധമേ, ദൈവമാതാവേ, മക്കൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. അമ്മേ, ഇവിടുന്ന് പോകുമ്പോൾ ഒരു വഴി കാണിച്ചു കൊടുക്കണമേ. ഇന്ന് സന്ധ്യയ്ക്ക് മുമ്പ്, സൂര്യൻ അസ്തമിക്കുന്ന മുമ്പ് മാതാവിൻ്റെ മധ്യസ്ഥതയിൽ യേശുവിൻ്റെ വഴികൾ, ആശ്വാസത്തിൻ്റെ വഴികൾ തെളിഞ്ഞു വരട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അസ്ഥി ഉരുക്കങ്ങൾ, അസ്ഥി തേയ്മാനം, മുടിക്കൊഴിച്ചിൽ, അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പലതരത്തിലുള്ള ജീവിത പ്രശ്നങ്ങളുടെ മേലെ ദൈവിക ഇടപെടലുണ്ടാകാൻ വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് മക്കളെ, പരീക്ഷയ്ക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരുങ്ങുന്ന സമയമാണ്. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നു, ഹോൾ ടിക്കറ്റിൻ്റെ നമ്പർ അച്ഛൻ്റെ ഫേസ്ബുക്കിലേക്ക് അടിച്ചു തരണമെന്ന്. പേരൊന്നും വേണമെന്നില്ല, നമ്പർ മാത്രം മതി. ഞങ്ങളത് വെച്ച് ഈ കാലമെല്ലാം പ്രാർത്ഥിക്കാം. ഇപ്പോഴും നമ്മൾ പരീക്ഷയ്ക്കൊരുങ്ങുന്ന കുഞ്ഞുങ്ങളെ, പ്രത്യേകിച്ച് നിങ്ങളുടെ മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, LKG മുതൽ ഡിഗ്രി വരെ, പോസ്റ്റ് ഗ്രാജുവേഷൻ വരെ, പ്രൊഫഷണൽ സ്റ്റഡീസ് വരെ പരീക്ഷയ്ക്കൊരുങ്ങുന്ന ഓരോ മക്കളും പഠിച്ചു തീരാത്തതിൻ്റെ പേരിൽ വ്യാകുലപ്പെടുന്നവര്, സംഭ്രമിക്കുന്നവര്, ഉറക്കമില്ലാത്തവര്, വിശപ്പില്ലാത്തവര്, പഠിക്കേണ്ടെന്ന് തോന്നുന്നവര്, പലതരത്തിലുള്ള പ്രയാസം അനുഭവിക്കുന്ന മേലെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലെ യേശുവിൻ്റെ അനുഗ്രഹത്തിൻ്റെ അഭിഷേകവും ആത്മശക്തിയും നിറയട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ. The Father, sock of the precious blood. Lord, increase His spirit. Lord, increase His spirit of power and grace.